നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 21ാം ഗഡു എപ്പോൾ ലഭിക്കും, അതുപോലെ തന്നെ പണം വർധനവ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ആവർത്തിക്കുകയാണ്. ഈ ഇൻഫർമേഷൻസ് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. രാജ്യത്തെ കർഷകർക്കുള്ള ഒരു പ്രധാന സാമ്പത്തിക സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന. അടുത്തിടെ 2025 ഓഗസ്റ്റ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി. കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള വളരെ വലിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം ഇതുവരെ കർഷകർക്ക് 20 ഗഡുക്കൾ ലഭിച്ചു. അടുത്തിടെ ഓഗസ്റ്റ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് 20ാം ഗഡു പുറത്തിറക്കിയിരുന്നു. കർഷകർ വളരെ കാലമായി ഈ ഗഡുവിനായി കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. ഇപ്പോൾ കർഷകർ 21ാം ഗഡുവിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമുണ്ട്: സർക്കാർ ഈ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുമോ എന്ന്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ തുക വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് കുറച്ചു നാളായി ചർച്ച നടക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു തീരുമാനം ഇല്ല എന്ന് സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം ഇതുവരെ 20 ഗഡുക്കളായി 3.9 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് നൽകിയിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാർലമെന്റിൽ പറഞ്ഞു. ഈ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിയിട്ടുണ്ട്. ഇത് അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിച്ചു. ഈ പദ്ധതി 2019 ഫെബ്രുവരിയിൽ ആരംഭിച്ചിരുന്നു. ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, വളങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ എളുപ്പത്തിൽ വാങ്ങാൻ ഇത് സഹായിക്കും. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഓരോ കർഷകനും വർഷത്തിൽ 3 തവണ 2000 രൂപ ലഭിക്കുന്നതാണ്. അതായത് വർഷം മുഴുവനും ആകെ 6000 രൂപ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നു. ഈ പണം കർഷകർക്ക്, പ്രത്യേകിച്ച് ഒരു ചെറിയ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. 20ാം ഗഡുവിനായി 9.7 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് 20,500 കോടി രൂപ കർഷകർ സഹായം കൈമാറി. ഈ ഗഡുവിനായി ഓരോ കർഷകനും 2000 രൂപ വീതം ലഭിച്ചു. സാധാരണയായി സർക്കാർ ഓരോ 4 മാസത്തിലും ഒരു ഗഡു പുറത്തിറക്കും. ഇത്തവണ 20ാം ഗഡു ജൂണിൽ വരേണ്ടതായിരുന്നു, പക്ഷെ അത് ഓഗസ്റ്റിലാണ് ലഭിച്ചത്. ഈ കാലതാമസം കാരണം കർഷകർക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ പണം അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ പഴയ ഷെഡ്യൂൾ പരിശോധിച്ചാൽ ഈ ഗഡു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്, അതായത് 21ാം ഗഡു. എന്നാൽ ഗഡു ഇപ്പോൾ പുറത്തിറക്കുമെന്ന് സർക്കാരിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് മുൻപത്തെ പോലെ തന്നെ തുടരും, അതായത് അതിൽ വർധനവുണ്ടാവില്ല. അതായത് കർഷകർ വീണ്ടും 2000 രൂപ ഗഡു ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഗഡു അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യസമയത്ത് എത്തുന്നതിനായി കർഷകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി ഒരു വലിയ പിന്തുണയാണ്. മാത്രമല്ല ഇത് അവരുടെ ജീവിതം അല്പം എളുപ്പമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഭൂമി രേഖാ പരിശോധനകളും എല്ലാം പൂർത്തിയാക്കേണ്ടതും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ്. അതുവഴി ഗഡു പണം നിങ്ങൾക്ക് തടസ്സമില്ലാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. ഇപ്പോഴും ചില അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടില്ല. അങ്ങനെയുള്ളവർ ഒന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്